ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിമാട് കുന്നുള്ള പാലാഴിമഠം നമ്മുടെ മീഡിയ വൺ ചാനലിൻ്റെ അടുത്താണ് നമ്മുടെ സ്റ്റോപ്പ്. ഇവിടെ നമ്മുടെ മേൽപ്പഴനി എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ തമിഴ്നാടുള്ള പഴനിയുമായി ഏകദേശം സാമ്യമുണ്ട്. ഇത് 3 വഴികളാണ് നമുക്ക് അമ്പലത്തിലേക്ക് എത്തിപ്പെടാനുള്ളത്. ഒന്ന് നമ്മളിപ്പോൾ പോകുന്ന വഴി, മറ്റൊന്ന് വേറെ അടുത്ത ഈ വഴി നമ്മൾ ബോർഡ് കണ്ടില്ല, അതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ നിന്നൊരു വഴി വരുന്നുണ്ട്. അത് നേരെ ചെന്ന് കയറുന്നത് അമ്പലത്തിൻ്റെ തെക്ക് വശത്താണ്. തെക്ക് വശത്ത് കൂടെയാണ് നമ്മൾ കയറി ചെല്ലുക. ഇത് നേരെ ചെല്ലുന്നത് മണ്ഡപത്തിൻ്റെയും അമ്പലത്തിൻ്റെ ഓഫീസിൻ്റെയും അടുത്തേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ബസ്സിൽ വന്നിറങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു 10 മിനിറ്റോളം നടക്കാനുണ്ട് അമ്പലത്തിലേക്ക്. നമ്മളിന്ന് കാണുന്നത് നമ്മുടെ ഈ സിദ്ധിസായി മണ്ഡപത്തിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം പെർമിഷൻ വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 12 മണിയോട് കൂടിയാണ് നമുക്ക് അനുവദനീയമായ സമയം. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നട അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാബയുടെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയില്ല. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഉണ്ടാവും നന്ദികേശൻ, നമ്മുടെ നന്ദി. അതിന് മുന്നിലായിട്ടാണ് നമുക്ക് ഇപ്പോൾ നടയൊക്കെ അടച്ചിട്ടുണ്ട്. സിദ്ധിസായി ബാബയുടെ പ്രതിഷ്ഠയായിരുന്നു ഉള്ളിലുള്ളത്. നമുക്ക് വീഡിയോസ് അലൗഡ് അല്ലാത്ത സമയമായിരുന്നു നമ്മൾ എടുത്തത്. നടയൊക്കെ അടിച്ച സമയത്തായിരുന്നു നമ്മൾ വീഡിയോസ് എടുത്തത്. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം നല്ല കാഴ്ചകളൊക്കെയാണ്. കൊത്തുപണികൾ കൊണ്ട് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചതാണ്. ഇതൊക്കെ ജന്മസിദ്ധമായ കഴിവ് തന്നെയാണ്. നമ്മൾ ഒരാളെ പഠിപ്പിച്ചെടുത്ത് എടുക്കുന്നതല്ല, ജന്മസിദ്ധമായി അവർ കൊത്തിയെടുത്തതാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഇത് നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുന്ന സമയത്താണ് നമുക്ക് അവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ കണ്ട് ഇവിടെ നിന്നുള്ള ഓരോ സ്വാമിമാരുടെയും മറ്റും ഫോട്ടോസ് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ ഏതായാലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, സമയം വൈകിയത് കൊണ്ട്. അതുപോലെ തന്നെ അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ നമുക്ക് പുറത്ത് കാണാവുന്നത്. ഇതിനടി നല്ല വലുപ്പവും ഭംഗിയുമുള്ളതാണ് അകത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു. അവർ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയതാണെന്ന് തോന്നുന്നു. ഏതായാലും ജീവനുള്ള അതുപോലെ തന്നെ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്വാമിമാരുടെ ചിത്രങ്ങൾ. അത് ഭിത്തിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് നമുക്ക് അവരെക്കുറിച്ചുള്ള അറിവുകൾ നൽകാൻ വേണ്ടി. ഇത് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിദ്ധിസായിയുടെ കാൽപാദമാണിത്. നമ്മളവിടെ തൊട്ട് പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ചു പോരാം. അവിടെ സംഭാവന ചെയ്യാനുള്ള പാത്രമുണ്ട്, അതിൽ വയ്ക്കാവുന്നതാണ്. നിലത്തും ചുമരിലും മാത്രമല്ല, നമ്മൾ കാണുന്ന ഇതിൻ്റെ മുകളിൽ തട്ടിലൊക്കെ ഇതുപോലെ നല്ല വ്യത്യസ്തമായ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു കെടാവിളക്കുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഷീട്ടാക്കിയിട്ട് എണ്ണ വാങ്ങിയിട്ട് നമ്മളിതിൽ ഒഴിച്ചെടുത്ത് പ്രാർത്ഥിക്കുക. എന്തായാലും നമുക്ക് പ്രാർത്ഥനയുടെ ഫലം എന്തായാലും ലഭിക്കുന്നതാണ്. പഴനിയുടെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ കാണാം.